ഏവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഈ അടുത്ത സമയങ്ങളിൽ നിരീശ്വരവാദത്തിന്റെ ശക്തമായ പ്രവർത്തികൾ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ നടക്കുന്ന നമുക്കൊക്കെ അറിയാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ചില പ്രിയപ്പെട്ടവരൊക്കെ ദൈവവിശ്വാസത്തെ ത്യജിക്കുകയോ അല്ലെങ്കിൽ സംശയിക്കുകയോ ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നു. പലരും അതിനെക്കുറിച്ച് ആശങ്കാകുലരായിട്ട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പല വീഡിയോകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ഫേസ്ബുക്കിലായാലും മറ്റുമൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ചാണ് പലപ്പോഴും പല ചോദ്യങ്ങളും പലരും കൃത്യമായി ചോദിക്കുന്നത്. അതിന് പല ന്യായങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത്തരം ചോദ്യങ്ങൾ നല്ലതാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേൾക്കാനുള്ള മനസ്സും കൂടെ ചോദ്യം ചോദിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിരീശ്വരവാദത്തിലേക്ക് പോകുന്നതിൽ പ്രായഭേദമന്യേ അനേകർ അതിനകത്തേക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിൽ അഗ്നോസ്റ്റിക്സ് ആയിട്ട് ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കാര്യം നോക്കട്ടെ, എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടേണ്ട, ഞാനും ദൈവിക കാര്യത്തിൽ ഇടപെടുകയില്ല എന്ന് പറയുന്നു. എന്നാൽ വേറെ ചില ആളുകളുണ്ട് മത തമസ്കരണം അല്ലെങ്കിൽ മതം വേണ്ട എന്ന് പഠിപ്പിക്കുന്ന ആള്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. മതമല്ല മനുഷ്യനെ രക്ഷിക്കുന്നത്, മതത്തിന്റെ അനിവാര്യത ഇല്ല. ദൈവവിശ്വാസത്തിന് മതത്തിന്റെ യാതൊരു വിധത്തിലുള്ള ചട്ടക്കൂടുകളും അനിവാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സീരീസ് ഓഫ് ടോക്കിൽ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടത്തക്കവണ്ണമുള്ള കാര്യങ്ങളാണ്. കാരണം ഒന്നും രണ്ട് ചോദ്യങ്ങളല്ല, നിരവധി ചോദ്യങ്ങൾ പല മേഖലകളിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ തരത്തിലുള്ള ഒരു പഠന പ്രക്രിയ ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയെക്കുറിച്ചാണ് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് തന്നെ സൃഷ്ടിപ്പിനെ കുറിച്ചും ദൈവം ആരാണെന്നുള്ളതും എന്തുകൊണ്ട് ഈ ദൈവം മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്യാദി നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടായിരിക്കും ഈ പ്രഭാഷണങ്ങൾ തുടർമാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ദയവുണ്ടായിട്ട് എല്ലാവരും ഇത് ശ്രദ്ധാപൂർവം കേൾക്കുകയും നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കോ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നവർക്കോ അല്ലെങ്കിൽ ദൈവ വിഷയ സംബന്ധമായി സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഇതിടാവുന്നതാണ്. ഇതാരെ നമ്മൾ കൊച്ചാക്കാനായിട്ടോ അല്ലെങ്കിൽ വേർതിരിക്കാനായിട്ടോ അല്ല. നമുക്കറിയാവുന്ന സത്യങ്ങളെ, നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ സത്യങ്ങളെ കൃത്യതയോടുകൂടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി തന്നെ എല്ലാ മനുഷ്യന്റെയും മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പറയാനായിട്ടാണ് ഉദ്യമിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആശയവ്യത്യാസങ്ങൾ വല്ലതും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ അത് സ്നേഹത്തോടെ ഇടാവുന്നതാണ്. നിങ്ങളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പ്രാരംഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ രക്ഷാ പദ്ധതി മനസ്സിലാകുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം എന്ന് പറയുന്നത് ശാശ്വത ആലോചന എന്നതാണ്. ഇറ്റേണൽ ഡിഗ്രി ഓഫ് ഗോഡ്. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ദൈവം രക്ഷയുടെ മാർഗം കണ്ടെത്തിയതല്ല എന്നുള്ളത് നമ്മൾ അറിയണം. മറിച്ച് ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ മനുഷ്യന്റെ ചരിത്രവും അതിൻ്റെ അന്തിമഗതിയും ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇത് ബൈബിൾ പല ഭാഗങ്ങളിലും വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ദൈവം ഈ മനുഷ്യൻ വീഴാൻ വേണ്ടിയിട്ട് കാത്തിരുന്നോ രക്ഷിക്കാനായിട്ട് എന്നുള്ളത്. അപ്പൊ അതിന്റെ മറുപടിയായിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്ന വാചകം ഉപയോഗിക്കുന്നതിലൂടെ ഈ ആശയം ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ ഒരു കേന്ദ്ര സ്ഥാനമാണ് കൈവരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇത് ദൈവത്തെ ഒരു പ്രതികരണപരമായ സൃഷ്ടാവായി കാണുന്നതിൽ നിന്ന് ഒഴിവാക്കി പൂർണ്ണമായും സ്വതന്ത്രനും സർവാധിപതിയുമായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവം പ്രതികരണപരമായ സൃഷ്ടാവല്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവം മനുഷ്യരുടെ പ്രവൃത്തികൾക്കോ സംഭവങ്ങൾക്കോ പ്രതികരിച്ച് റിയാക്ട് ചെയ്ത കാര്യങ്ങൾ അല്ല നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇത് സംഭവിച്ചു, അതിനാൽ ദൈവം ഇപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന രീതിയിൽ ദൈവം നിയന്ത്രിക്കപ്പെടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പൂർണ്ണമായും സ്വതന്ത്രനും സർവാധിപതിയുമായ ദൈവം എന്നത് ദൈവം തൻ്റെ തീരുമാനങ്ങളിൽ ആർക്കും ആശ്രിതനല്ല എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം, തൻ്റെ ജ്ഞാനപ്രകാരം, തൻ്റെ പദ്ധതി പ്രകാരം എല്ലാം നടത്തുന്നു. ലളിതമായിട്ട് പറഞ്ഞാൽ ഈ വാചകം പറയുന്നത് ദൈവം ഒരു മനുഷ്യനെ പോലെ സംഭവങ്ങൾക്ക് പിന്നാലെ പ്രതികരിക്കുന്നവനല്ല. അവൻ എല്ലാറ്റിനും മുകളിൽ നിൽക്കുന്ന, തൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന, സ്വതന്ത്രനും പരമാധികാരി ആയിട്ടുള്ള ഒരു ദൈവമാണ്.
ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ സാധാരണയായി ഒരു പ്രശ്നം വന്നാൽ അതിന് പരിഹാരം കണ്ടുപിടിക്കും, നമ്മൾ ആ പ്രശ്നത്തോട് റിയാക്ട് ചെയ്യും. പക്ഷേ ദൈവം പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പരിഹാരവും പദ്ധതിയും അറിയുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോവറിൻ കൺട്രോൾ ഉള്ളവനായിട്ടുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് ഈ വാചകം ദൈവത്തെ റിയാക്ഷൻ ബേസ്ഡ് അല്ല, പ്ലാൻ ബേസ്ഡ് ആൻഡ് സോവറിൻ ആയ ദൈവം എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേസമയം മനുഷ്യന്റെ ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നതിനാൽ ഈ വിഷയം ദാർശനികവും എന്ന് പറഞ്ഞാൽ ഫിലോസഫിക്കലായിട്ടും ദൈവശാസ്ത്രപരവുമായിട്ടുള്ള തിയോളജിക്കലുമായിട്ടുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഒന്നാമതായിട്ട് ദൈവത്തിന്റെ സർവജ്ഞതയും സർവാധിപത്യവും എന്താണെന്നുള്ളത് ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ ശാശ്വത ആലോചനയെ മനസ്സിലാക്കാൻ ആദ്യം ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവം എല്ലാം അറിയുന്നവരാണ്, ഓമിനിസെൻസ് എന്നതും എല്ലാം നിയന്ത്രിക്കുന്നവരാണ്, സോവറിൻ എന്നതും ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനമാണ്. അപ്പൊ ദൈവത്തെക്കുറിച്ച് നാം പഠിക്കുന്ന സമയത്ത് ദൈവത്തിനെല്ലാം അറിയാൻ കഴിവുള്ള, ദൈവത്തിന് സകലത്തിന് മേലും നിയന്ത്രിക്കാനുള്ള അധികാരം ഉള്ളവനുമാണ്. അതാണ് വിശുദ്ധ ബൈബിളിൽ 139 സങ്കീർത്തനത്തിൽ നമ്മളെ വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തിന്റെ സർവജ്ഞാനം വളരെ വ്യക്തമായിട്ട് ആ 139 സങ്കീർത്തനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യന്റെ ചിന്തകൾ രൂപപ്പെടുന്നതിന് മുമ്പേ ദൈവം അവയെ അറിയുന്നവനാണ്. ഇവിടെ അറിവ് എന്നത് ഒരു വിവരശേഖരണ പ്രക്രിയ അല്ല. പലപ്പോഴും നമ്മളൊക്കെ സമയത്തിനും കാലത്തിനും ദ്രവ്യത്തിനും ഒക്കെ ഉള്ളിൽ ഉള്ളവരായതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പല കാര്യങ്ങളും ചിന്തിക്കുകയും അറിയുകയും അനുഭവിക്കുകയും നമ്മൾ ആശയവിനിമയമൊക്കെ നടത്തുന്നത്. എന്നാൽ ദൈവത്തിന്റെ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ അറിവ് പോലെ പരിമിതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുതയെക്കുറിച്ചുള്ള അറിവോ മാത്രമല്ല. ഇവിടെ അറിവ് എന്നത് ഒരു വിവരശേഖരണമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അറിവ് എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു പൂർണ്ണതയും കൂടിയാണ്. ദൈവം കാലപരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്നവനല്ല. അതിനാൽ അവൻ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നിങ്ങനെ വേർതിരിച്ച് അറിയുന്നവനല്ല. അതിന്റെ ആവശ്യം ദൈവത്തിന് ഇല്ല. അവന്റെ അറിവ് ശാശ്വതവും എന്ന് പറഞ്ഞാൽ ഇറ്റേണൽ, സമകാലികവും പ്രസന്റും എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കപ്പെടേണ്ടുന്നത്. അതുപോലെ ദൈവത്തിന്റെ സർവാധിപത്യം, സോവർണിറ്റി, അവൻ തന്റെ ഇഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും നടത്തുന്നു എന്നതിൽ അത് വെളിപ്പെടുകയാണ്. യെശയ്യാ പ്രവചനം 46 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എന്നുള്ള ദൈവികമായിട്ടുള്ള ആ വാക്കുകൾ ദൈവത്തിന്റെ ആലോചന ഒരിക്കലും പരാജയപ്പെടില്ല എന്ന സത്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ ദൈവത്തിന്റെ പദ്ധതി ഒരു സാധ്യതയല്ല, മറിച്ച് അത് ഉറപ്പുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അടുത്തതായിട്ട് ശാശ്വത ആലോചനയുടെ ബൈബിൾ അടിസ്ഥാനം. ശാശ്വത ആലോചനയുടെ ആശയം ഒരു ദാർശനിക നിർമ്മാണമല്ല, ഫിലോസഫിക്കലായിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല. അത് ബൈബിളിൽ ആഴത്തിൽ അടിയുറച്ചിരിക്കുന്ന ഒരു വസ്തുതയാണ്. എഫേസ്യ ലേഖനം 1 അധ്യായത്തിന്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങൾ വിശുദ്ധ ബൈബിള് ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ, കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ദ ഹോളി ബൈബിൾ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ, ഏത് ഭാഷയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1 അധ്യായത്തിന്റെ 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ തെരഞ്ഞെടുക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എക്ലെഗോമോയി എന്നാണ്. എക്ലെഗോമോയി എന്ന ഗ്രീക്ക് പദം മുൻകൂട്ടി നിശ്ചയിക്കുക എന്നുള്ള പ്രൂറിസോ എന്നുള്ള പദവും അവിടെ ഉപയോഗിക്കുന്നുണ്ട്. എക്ലോഗോമോയും പ്രൂരിസോ എന്നുള്ള 2 പദങ്ങൾ മുൻകൂട്ടി നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, മുൻകൂട്ടി കാര്യങ്ങൾ എല്ലാം നിശ്ചയിച്ചിരിക്കുന്നു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ്. അപ്പൊ ഈ പദങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ ഉദ്ദേശത്തെ അല്ലെങ്കിൽ ഇന്റൻഷാലിറ്റിയെ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. റോമാലേഖനം 8 അധ്യായത്തിന്റെ 29 30 വാക്യങ്ങളിൽ കാണുന്ന രക്ഷയുടെ സ്വർണ്ണ ശൃംഖല എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ചെയിൻ ഓഫ് സാൽവേഷൻ.
നിങ്ങൾ ആ വാക്ക് മറന്നു പോകരുത്. സ്വർണ്ണ ശൃംഖല, ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് പുതിയ ഒരു പദമായിട്ട് തോന്നിയേക്കാം. ഗോൾഡൻ ചെയിൻ ഓഫ് സാൽവേഷന് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എന്ന ആശയം ദൈവത്തിന്റെ പദ്ധതിയുടെ തുടർച്ചയും അറ്റുപോകാത്ത സ്വഭാവവും വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുകയാണ്. ഇവിടെ മുന്നറിവ് അല്ലെങ്കിൽ ഫോർ നോളജ്, ദൈവം സകലവും മുന്നറിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതുമുതൽ മഹത്വീകരണം അഥവാ ഗ്ലോറിഫിക്കേഷൻ വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ ഏകീകൃത സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദൈവം നമുക്ക് വേണ്ടി നാം ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഒരുക്കി വെച്ചതായിട്ടുള്ള എല്ലാ വസ്തുതകളെയും ദൈവത്തിന്റെ ഫോർ നോളജ് മുതൽ ഗ്ലോറിഫിക്കേഷൻ വരെയുള്ള നമ്മുടെ മഹത്വീകരണം വരെയുള്ള എല്ലാ കാര്യങ്ങളെയും ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പൊ ഈ ശൃംഖലയിൽ ഒരു ഘട്ടവും നഷ്ടപ്പെടുന്നില്ല എന്നുള്ള പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതികൾ അത് മനുഷ്യന്റെ സമയം പോലെ ഇടപെട്ടുണ്ടാക്കിയതല്ല. ദൈവം അത് അനാദിയായി തന്നെ കൃത്യമായി തന്നെ തന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ആ പദ്ധതിயின் പ്രകാരം ഒന്നുപോലും നഷ്ടപ്പെടാതെ വളരെ കൃത്യമായി ഘട്ടം ഘട്ടമായിട്ട് ആ പദ്ധതികളെല്ലാം ഉറപ്പിച്ച് പോരുകയും ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഉറപ്പിനെയും വിശ്വാസ്യതയും നമുക്ക് തെളിയിച്ചു തരികയാണ്. അടുത്തതായിട്ട് ദൈവത്തിന്റെ മുൻ നിശ്ചയവും സ്വാതന്ത്ര്യവും, പ്രീ ഡെസ്റ്റിനേഷൻ ആൻഡ് ഫ്രീ വിൽ എന്നാണ് അതിനെ പറയാറുള്ളത്. അപ്പൊ ഇവ തമ്മിലുള്ള ബന്ധം ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് വിഷയങ്ങളാണിത്. മനുഷ്യന്റെ വീഴ്ചയുമായിട്ടും മനുഷ്യന്റെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ. അപ്പൊ ഈ വിഷയത്തില് വിവിധ പാഠശാലകൾ വ്യത്യസ്ത സമീപനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഫിലോസഫിക്കലായിട്ട് തിയോളജിക്കലായിട്ടൊക്കെ താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് കൂടുതൽ അനുഭവമാക്കി തീർക്കാനായിട്ട് സാധിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ വിധത്തിൽ അത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ഒരു പക്ഷെങ്കിൽ, ഇല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുക. അദ്ദേഹം ക്രിസ്തുവർഷം അല്ലെങ്കിൽ AD 354 മുതൽ 430 വർഷം വരെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു മഹത്തായിട്ടുള്ള ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞനും അദ്ദേഹം ഒരു ഫിലോസഫറും കൂടിയായിരുന്നു. ഫിലോസഫറും ടീച്ചറും അതുപോലെ തന്നെ തിയോളജിനും കൂടിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഇപ്പോൾ എന്ന് നമ്മൾ പറയുന്ന ഇന്നത്തെ അൾജീരിയയിലെ ബിഷപ്പായിരുന്നു. സഭാപിതാക്കന്മാരുടെ കാലം അല്ലെങ്കിൽ പാട്രിസ്റ്റിക് എറയില് ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തി തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം ഒരുപാട് വഴുതിപ്പോയി. ഒരുപാട് അന്ധവിശ്വാസങ്ങളിലേക്കും വേണ്ടാധീനങ്ങളിലേക്കൊക്കെ തെറ്റായ വഴികളിലൊക്കെ പോയെങ്കിലും പിന്നീട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അദ്ദേഹം വരികയും കൃപ അഥവാ ഗ്രേസ്, ആദിപാപം ഒറിജിനൽ സിൻ, മുൻ നിർണയം പ്രീ ഡെസ്റ്റിനേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനം അദ്ദേഹം നടത്തുകയും അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളാണ് കൺഫെഷൻസ്, ജീവചരിത്രവും ആത്മീയ അനുഭവങ്ങളും കൂടെ ചേർത്ത് എഴുതിയിരിക്കുന്ന മനോഹരമായ പുസ്തകമാണ് കൺഫെഷൻസ്. രണ്ടാമത്തത് സിറ്റി ഓഫ് ഗോഡ്, ദൈവരാജ്യം വേഴ്സസ് ലോകരാജ്യം, ഈ രാജ്യത്തെയും ദൈവരാജ്യത്തെയും വ്യത്യാസത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പൊ മനുഷ്യൻ രക്ഷ നേടുന്നത് തന്റെ ശ്രമം കൊണ്ടല്ല എന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് എന്ന് ശക്തമായി പഠിപ്പിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നോ മനുഷ്യന്റെ അവസ്ഥകളിൽ നിന്നോ രക്ഷ നേടണമെങ്കിൽ അതിന് ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്, അല്ലാതെ മനുഷ്യന്റെ പരിശ്രമം കൊണ്ടല്ല, മനുഷ്യൻ ശ്രമിച്ചിട്ടല്ല. ദൈവം രക്ഷിക്കുന്നത് കൊണ്ടാണ്, കൃപയാൽ രക്ഷിക്കുന്നതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പഠിപ്പീര്. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ ഈ പഠിപ്പിക്കലിന് ഇന്നും വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പാപത്തിൽ നിന്ന് കൃപയിലേക്ക് യാത്ര ചെയ്തവൻ, പിന്നെ ലോകത്തിന് സത്യബോധം നൽകിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം അവതരിപ്പിച്ച ആശയത്തിൽ മനുഷ്യൻ പാപത്തിൽ പൂർണ്ണമായി ദുർബലനായതിനാൽ ദൈവത്തിന്റെ കൃപയില്ലാതെ രക്ഷ അസാധ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഈ ആശയം പിന്നീട് ജോൺ കാൽവിൻ ശക്തമായിട്ട് വികസിപ്പിച്ചെടുത്തു. അദ്ദേഹം പറയുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് മനുഷ്യന്റെ പ്രവൃത്തികളിൽ ആശ്രയിച്ചിട്ടല്ല, അത് ദൈവത്തിന്റെ കൃപയുടെ ഫലമാണ്. ഇപ്പം മനുഷ്യന്റെ പ്രവൃത്തികൾ, നീതി പ്രവൃത്തികളൊക്കെ ചെയ്ത് രക്ഷ നേടുക എന്നുള്ള, ഇവിടെയാണ് മതവും എല്ലാ മതങ്ങളും ക്രൈസ്തവ വിശ്വാസം തമ്മിലുള്ള അന്തരം കിടക്കുന്നത്, അകൽച്ച, ആ ഒരു വലിയ വ്യത്യാസം.
എന്താണ് മതം എന്ന് പറഞ്ഞാൽ? മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി, ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി, ദൈവീകത സാഫല്യമാക്കാൻ വേണ്ടി ദൈവോന്മുഖത്തേക്ക് പ്രയാണം ചെയ്യുന്നതാണ്. അതിനകത്തുണ്ടാകുന്ന ഒരു വൈകൃതമായ അനുഭവം എന്ന് പറയുന്നത് മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവികമായ കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി മനുഷ്യൻ അവലംബിക്കുന്ന മാർഗങ്ങൾ, കർമ്മങ്ങൾ, ക്രിയകൾ, അതിനു വേണ്ടിയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണോ അതെല്ലാം സൽക്കർമ്മങ്ങൾ, ഇതെല്ലാം ഒരിക്കലും ദൈവത്തെങ്കിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നില്ല എന്നുള്ളതാണ് ശാശ്വതമായ സത്യം. അതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. എന്നാൽ ക്രിസ്തീയതയുടെ പ്രത്യേകത മനുഷ്യന്റെ അടുക്കിലേക്ക്, മനുഷ്യന്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നവനായ ഒരു ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ ശ്രമങ്ങൾ വിഫലമാകുമ്പോൾ, വിഫലമായതിനാൽ അല്ലെങ്കിൽ വിഫലമാകും എന്നുള്ളത് കൊണ്ട് ദൈവം മനുഷ്യന്റെ അടുക്കിലേക്ക്, മനുഷ്യന്റെ അവസ്ഥയിലേക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കിടക്കുന്ന പാപലോകത്തിലേക്ക്, മനുഷ്യന്റെ സാന്നിധ്യത്തിലേക്ക്, അവന്റെ ശരിയായ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്, ക്രിസ്തീയ വിശ്വാസം പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് മറ്റെല്ലാ മതങ്ങളും ക്രൈസ്തവ വിശ്വാസവും തമ്മിലുള്ള അന്തരം, വ്യത്യാസം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതമല്ല. യേശുക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല, അവൻ സ്ഥാപിച്ചത് തൻ്റെ സഭയാണ്. അപ്പൊ ആ സഭയിലൂടെ മനുഷ്യർക്ക് ദൈവത്തിന്റെ മഹത്വത്തെ അറിയുവാനും അനുഭവിക്കുവാനും ആ മഹത്വം സ്വീകരിക്കുവാനും അത് വളരെ പ്രധാനപ്പെട്ട. നമ്മൾ അറിഞ്ഞതുകൊണ്ടോ കേട്ടതുകൊണ്ടോ മാത്രമായില്ല, നമുക്കത് അനുഭവമാക്കണം. അപ്പൊ ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നത് അത് ദൈവത്തിന്റെ കൃപയുടെ ഫലമാണ്. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യർക്ക് വേണ്ടി നൽകുന്ന ദൈവത്തിന്റെ കൃപ. കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനർഹമായ സ്ഥാനത്ത് ദൈവം ചൊരിയുന്ന അളവറ്റ കരുണ. നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ മഹത്വം കാണാനോ അറിയാനോ അനുഭവിക്കാനോ യോഗ്യതയുള്ളവരല്ല. പക്ഷേ ദൈവത്തിന്റെ അതിസ്നേഹത്താൽ, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം, അതിസ്നേഹത്താൽ അവൻ തൻ്റെ കൃപയെ നമ്മളിലേക്ക് പകരുന്നതിന്റെ ഫലമായിട്ട് ദൈവത്തെ അറിയുവാൻ മാത്രമല്ല അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും, ദൈവിക ആ മഹത്വം ആസ്വദിക്കുവാനും കൃമിയും പുഴുവും പോലെയുള്ള മനുഷ്യന് എന്ന് പറഞ്ഞാൽ ഏറ്റവും നികൃഷ്ടതയിൽ, ഏറ്റവും യാതനയിൽ കിടക്കേണ്ടുന്ന മനുഷ്യന് ദൈവം ചൊരിയുന്ന അളവറ്റ കരുണ, അതാണ് ദൈവത്തിന്റെ കൃപ. അപ്പൊ ആ കൃപയുടെ ഫലമാണ് നമുക്ക് രക്ഷ എന്ന് ജോൺ കാൽവിൻ വളരെ കൃത്യമായിട്ട് ഓഗസ്റ്റിൻ ഓഫ് ഹിപ്പോയോട് ചേർന്ന് പഠിപ്പിച്ചു. അതേസമയം ജേക്കബീസ് അർമിനിസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറയുന്നത് ഒന്നാമതായിട്ട് സ്വതന്ത്ര ഇച്ഛാശക്തി, ഫ്രീ വില്ലിനെ കുറിച്ചാണ്. മനുഷ്യന് ദൈവകൃപയ്ക്ക് പ്രതികരിക്കാൻ കഴിയും. അവൻ പൂർണ്ണമായും നിസ്സഹായനല്ല. നിബന്ധനാപരമായ തെരഞ്ഞെടുപ്പ്, കണ്ടീഷണൽ എലക്ഷൻ ദൈവം നൽകി. ദൈവം ആരെ രക്ഷിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവർ വിശ്വസിക്കുമെന്ന അവന്റെ മുൻജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അവർ പറയുന്നു. സർവ്വജന കൃപ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രേസ്, ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. ഒരു തെരഞ്ഞെടുത്ത കൂട്ടത്തിന് വേണ്ടി മാത്രമല്ല, സർവ്വലോകത്തിനും തൻ്റെ സൃഷ്ടികളായ സകല മനുഷ്യവർഗത്തിന് വേണ്ടിയിട്ടും യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഉണ്ടായി. നാലാമതായിട്ട് അദ്ദേഹം പറയുന്നത് പ്രതിരോധിക്കാവുന്ന കൃപ അല്ലെങ്കിൽ റെസിസ്റ്റബിൾ ഗ്രേസ്. മനുഷ്യന് ദൈവത്തിന്റെ കൃപയെ നിരസിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞല്ലോ, ദൈവം അളവറ്റ് തരുന്ന ഈ കൃപയുണ്ടല്ലോ, അത് വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് മനുഷ്യനാണെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അഞ്ചാമതായിട്ട് വീഴ്ചയുടെ സാധ്യത, പോസിബിലിറ്റി ഓഫ് ഫോളിങ് അവേ. വിശ്വാസികൾക്കും വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ലളിതമായി പറഞ്ഞാൽ അർമേനിയനിസം എന്നുള്ളത് ദൈവത്തിന്റെ ആധിപത്യവും അല്ലെങ്കിൽ സോവർണിറ്റി, മനുഷ്യന്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മനസ്സിലാക്കേണ്ടുന്നതായ ഒന്നാകുന്നു. അതാണ് അവരുടെ ദർശനം. ഇതിൽ മനുഷ്യന്റെ പ്രതികരണത്തിന് പ്രാധാന്യം നൽകുന്നു. ദൈവം മുൻകൂട്ടി അറിയുന്നു, എന്നാൽ ദൈവം നിർബന്ധിക്കുന്നില്ല എന്നതാണ്. ദൈവം മനുഷ്യനെ രക്ഷയിലേക്ക് വരാൻ നിർബന്ധിക്കുന്നില്ല. ദൈവം രക്ഷയ്ക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. അപ്പോൾ മനുഷ്യന്റെ ചോയ്സ് ആണത്. അപ്പൊ ഈ സമീപനം ദൈവത്തിന്റെ നീതിയും
മനുഷ്യന്റെ ഉത്തരവാദിത്വം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവം നീതിമാനാണ്, ദൈവസ്നേഹവാനാണ്. അപ്പൊ ആ ദൈവത്തിന്റെ നീതിയിലും സ്നേഹത്തിലും മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി വെച്ചു. അതിലേക്ക് ദൈവം മനുഷ്യനെ ക്ഷണിക്കുന്നു. ആ ക്ഷണം സ്വീകരിക്കണമോ അത് തള്ളിക്കളയണമോ എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അതിന് മതം തടസ്സമാണെങ്കിൽ പോലും, നിങ്ങളുടെ ജീവിതക്രമങ്ങൾ തടസ്സമാണെങ്കിൽ പോലും, ദൈവം നൽകുന്ന രക്ഷയെ നിങ്ങൾ സ്വായത്തമാക്കാനുള്ള ഒരു കൊതിയോടുകൂടെ അടുത്തു വരികയാണെങ്കിൽ, ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളതാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ വികസിപ്പിച്ചിരിക്കുന്നത്. അത് ദൈവത്തിന്റെ മിഡിൽ നോളജ് എന്ന ആശയം മുന്നോട്ട് വെക്കുകയാണ്. ഇതനുസരിച്ച് ദൈവം മനുഷ്യൻ വിവിധ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുമെന്നതും അറിയുന്നുണ്ട്. മനുഷ്യനെ അതിലേക്ക് നിർബന്ധിച്ച് രക്ഷയിലേക്ക് ആരെയും കൊണ്ടുവരുന്നില്ല, മനുഷ്യന്റെ ചോയ്സ് ആണ്. അപ്പൊ ഈ സമീപനം ദൈവത്തിന്റെ നീതി, മനുഷ്യന്റെ ഉത്തരവാദിത്വം സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഈ രണ്ട് നിലപാടുകൾക്കുമിടയിൽ ഒരു സമന്വയ ശ്രമമായിട്ട് മോളിനിസം എന്ന് പറയുന്ന മറ്റൊരു വിഷയം വരികയാണ്. അതായത് ദൈവത്തിന്റെ മിഡിൽ നോളജ് എന്ന ആശയം, അതാണ് ഇവിടെ പറയുന്നത്. ദൈവം മനുഷ്യൻ വിവിധ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രതികരിക്കുമെന്നത് വളരെ കൃത്യമായിട്ട് അറിയുന്നു. അതാണ് മോളിനിസം എന്നത് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇത് രൂപപ്പെടുത്തിയത് ലൂയിസ് ഡി മൊളീന എന്ന 16-ാം നൂറ്റാണ്ടിലെ ദൈവശാസ്ത്രജ്ഞനാണ്. മൊളിനിസം എന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം പൂർണ്ണമായും സർവാധിപതിയാണ്, സോവറിൻ ഗോഡാണ്. അതേസമയം മനുഷ്യർക്കും യഥാർത്ഥ സ്വതന്ത്ര ഇച്ഛ അല്ലെങ്കിൽ ഫ്രീ വില്ല് ഉണ്ട്. ഇരുവരും ഒരേ സമയം എങ്ങനെ ശരിയാകാമെന്ന ചോദ്യത്തിന് ഉത്തരമാണ് മോളിനിസം എന്ന് പറയുന്നത്. അതായത് പ്രധാന ആശയം മിഡിൽ നോളജ് അല്ലെങ്കിൽ മധ്യജ്ഞാനം. അതിന്റെ അർത്ഥം ദൈവം അറിയുന്നു എന്ത് സംഭവിക്കും, ഭാവിയിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്നത്, എന്ത് സംഭവിക്കാമായിരുന്നു എന്നുള്ളതും ദൈവത്തിനറിയാം. പോസിബിലിറ്റീസ്. ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആയിരുന്നെങ്കിൽ എന്ത് തെരഞ്ഞെടുക്കുമായിരുന്നു എന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പൊ ഇതിനെയാണ് മിഡിൽ നോളജ് എന്ന് പറയുന്നത്. ദൈവം ഇതിനകം രണ്ടും അറിയുന്നു എന്നുള്ളത് കൊണ്ട് ദൈവം തന്റെ പദ്ധതിക്ക് യോജിക്കുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അത്തരക്കാർ പറയുന്നത്. അതായത് ദൈവം മനുഷ്യനെ നിർബന്ധിക്കുന്നില്ല, പക്ഷേ അവൻ എന്ത് തെരഞ്ഞെടുക്കുമെന്ന് ദൈവം മുൻകൂട്ടി അറിയുന്നു. മോളിനിസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സർവാധിപത്യവും, സോവറിനിറ്റി ഓഫ് ഗോഡ്, മനുഷ്യന്റെ ഫ്രീ വില്ല്, സ്വതന്ത്ര ഇച്ഛ, ഇവ ഒരുമിച്ച് നിന്നാൽ മാത്രമേ രക്ഷ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ മറ്റ് സിദ്ധാന്തങ്ങളുമായിട്ട് നമ്മളിത് താരതമ്യപ്പെടുത്തിയാൽ, ജോൺ കാൽവിന്റെ സിദ്ധാന്തവും അതേപോലെ തന്നെ ഓഗസ്റ്റിന്റെ ഒക്കെ സിദ്ധാന്തവുമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യം അവിടെ വളരെ കുറവാണ്. കാൽവിനിസത്തിന്റെ അടിസ്ഥാനത്തിൽ. അർമീനിസത്തിലാണെങ്കിൽ മനുഷ്യന് സ്വതന്ത്ര ഇച്ഛയുണ്ട്, ദൈവം മുൻകൂട്ടി കാര്യങ്ങൾ അറിയുന്നു. എന്നാൽ മോളിനിസത്തില് മിഡിൽ നോളജ് അല്ലെങ്കിൽ ദൈവം ഈ മിഡിൽ നോളജ് ഉപയോഗിച്ച് മനുഷ്യന്റെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടുത്തി ലോകത്തെ ക്രമീകരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ സ്വതന്ത്ര തീരുമാനങ്ങൾ മുൻകൂട്ടി അറിയുന്ന ദൈവം തന്റെ പദ്ധതിക്ക് അനുയോജ്യമായ ലോകം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇത്തരക്കാർ പറയുന്നത്. ഇവിടെ നമുക്കൊരു ചോദ്യം ഉണ്ട്. ആ ചോദ്യം ഇതാണ്: ദൈവം ഏകനാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ദൈവത്തിലുള്ള തൃത്വഭാഗങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിലുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ത്രിയേക ദൈവം എങ്ങനെയാണ് മനുഷ്യന്റെ രക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു അല്ലേ ക്രൂശിക്കപ്പെട്ടത്? അപ്പോൾ പിന്നെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താണ്? അപ്പൊ അതൊരു ന്യായമായ ചോദ്യമാണ്. നിരാശ ബാധിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസത്തെ തള്ളിക്കളയുന്ന ആളുകളും ഒക്കെ ചോദിക്കുന്ന, യൂണിറ്റേറിയൻ ഫെയ്ത്ത് ഉള്ള ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെയാണ് തൃത്വപരമായ രക്ഷാപദ്ധതിയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ശാശ്വത ആലോചന തൃത്വത്തിന്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർ തമ്മിലുള്ള ദൈവിക ഏകതയിൽ ദൈവം ഏകനാണ്. ഏകനായിട്ടുള്ള ദൈവികതയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവർ തമ്മിലുള്ള ദൈവിക ഏകതയിൽ രക്ഷാപദ്ധതി രൂപകൽപ്പന ചെയ്യപ്പെടുന്നു എന്നുള്ളത് മറന്നു പോകരുത്. പിതാവ് പദ്ധതിയുടെ ഉറവിടമാണ്, പുത്രൻ അതിന്റെ നടത്തിപ്പുകാരനാണ്, പ്രത്യേകിച്ച് അവതാരവും ക്രൂശും വഴിയായിട്ട്. പരിശുദ്ധാത്മാവ് രക്ഷയുടെ പ്രയോഗമാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ ആ രക്ഷയെ സാക്ഷാത്കരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഈ പ്രവർത്തനത്തെ എക്കണോമിക്
ട്രിനിറ്റി എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കാറുള്ളത്. എക്കണോമിക് ട്രിനിറ്റി ഒരു പക്ഷെങ്കിൽ ഇത് ദൈവശാസ്ത്രത്തിൽ ചില ആളുകൾക്കെങ്കിലും പുതിയ ഒരു വാക്കായിട്ട് തോന്നിയേക്കാം. അതായത് ദൈവം ലോകത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വിവരണമാണ് ഈ എക്കണോമിക് ട്രിനിറ്റി അഥവാ സാമ്പത്തിക തൃത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തീയ തത്വശാസ്ത്രത്തിൽ സാമ്പത്തിക തൃത്വം എന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വ ദൈവം, 3 ദൈവങ്ങളല്ല, തൃത്വ ദൈവം, ഏകദൈവത്തിലെ 3 ആളത്വങ്ങൾ ലോകത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ആശയമാണ്. അതായത് ദൈവം മനുഷ്യരുടെ രക്ഷയ്ക്കായി ചരിത്രത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളാണ് ഇതിന്റെ കേന്ദ്ര വിഷയം. അതിലൊന്നാമതായിട്ട് ലളിതമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക തൃത്വം എന്നത് തൃത്വത്തിലെ 3 വ്യക്തികളും 3 പേഴ്സൺസ് മനുഷ്യരുടെ രക്ഷയ്ക്കായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ്. പിതാവ് സൃഷ്ടികർത്താവ് അഥവാ പദ്ധതിക്കാരൻ, 2 പുത്രൻ യേശു ക്രിസ്തു രക്ഷകൻ വീണ്ടെടുപ്പുകാരൻ, പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരെ വിശുദ്ധീകരിക്കുന്നവൻ, അവരെ നിലനിർത്തുന്നവൻ. അതിനാൽ ഇത് ദൈവം എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലാതെ ദൈവം ആരാണ് എന്നതിനെ കുറിച്ചല്ല. അപ്പൊ എക്കണോമിക് ട്രിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിനെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഈ എക്കണോമിക് എന്ന പദം ഒരുപക്ഷെ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കിയേക്കാം. എക്കണോമിക് എന്നത് ഒരു ഗ്രീക്ക് പദമായ ഒയ്ക്കോണോമിയ എന്നുള്ള പദത്തിൽ നിന്ന് വന്നാണ്. അതിന്റെ അർത്ഥം ഭരണനിർവഹണം, ക്രമീകരണം, വീട്ടുവിഭവങ്ങളുടെ നടത്തിപ്പ് എന്നൊക്കെയാണ്. ഗ്രഹ വിഭവങ്ങളുടെയൊക്കെ നടത്തിപ്പ്, ഭരണനിർവഹണം, അതേപോലെ എങ്ങനെയാണ് ഓർഡറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, അതാണ് ഒയ്ക്കോണോമിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം. തത്വശാസ്ത്രത്തിൽ ഇതിന്റെ അർത്ഥം ദൈവം തന്റെ രക്ഷാപദ്ധതി ലോകത്തിൽ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതാണ്. അടുത്തതായിട്ട് ബൈബിളിലെ അടിസ്ഥാനം സൃഷ്ടിയിൽ പിതാവ് സംസാരിക്കുന്നു, പുത്രൻ വചനം സൃഷ്ടിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെ, ആത്മാവ് പരിവർത്തിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 1:2. അപ്പൊ രക്ഷാപദ്ധതിയിൽ പിതാവ് പുത്രനെ അയക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം എന്താ നമ്മൾ വായിക്കുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തിലേക്ക് അയക്കുന്നു. പഴയ നിയമത്തിലെ യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പിതാവ് പുത്രനെ അയക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളുടെ പൂർത്തീകരണമാണ്. പുത്രൻ തമ്പുരാൻ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നു. പരിശുദ്ധാത്മാവ് രക്ഷയെ വിശ്വാസികളിൽ പരിവർത്തിപ്പിക്കുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. പിന്നെ 4-മതായിട്ട് സാമ്പത്തിക തൃത്വവും സ്വഭാവ തൃത്വവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സാമ്പത്തിക തൃത്വവും സ്വഭാവ തൃത്വവും അത് ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് പുതിയ അറിവുകളായിരിക്കാം. ഈ അറിവുകൾ നിങ്ങൾ കുറിച്ച് വെക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ വെക്കുകയോ ചെയ്യണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. സാമ്പത്തിക തൃത്വം അഥവാ എക്കണോമിക് ട്രിനിറ്റി ദൈവം ചരിത്രത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു. ഇനി സ്വഭാവ തൃത്വം അത് ഇമിനന്റ് ട്രിനിറ്റി. എമിനന്റ് ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ സ്വഭാവത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു. ലളിതമായി പറഞ്ഞാൽ എക്കണോമിക് ട്രിനിറ്റി ദൈവം നമുക്കായി പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, ഇമിനന്റ് ട്രിനിറ്റി ദൈവം തന്റെ സ്വഭാവത്തിൽ ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവം നമ്മളുമായിട്ട് അഭേദ്യമായൊരു ബന്ധത്തിൽ നിലനിൽക്കാൻ കൊതിക്കുന്നവനായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തരികയും ആ വെളിപ്പാടിനാൽ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണതയിൽ നമുക്ക് വളരാൻ ഇടയായി തീരുകയും ചെയ്യുന്നത്. മറന്നു പോരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവശാസ്ത്രമാണ്, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഇമിനന്റ് ട്രിനിറ്റി ദൈവം തന്റെ സ്വഭാവത്തിൽ ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നാലേ ഈ ദൈവത്തെ നമുക്ക് രക്ഷകനായി സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ സ്വഭാവ തൃത്വം എന്നത് തത്വചിന്തയിലും ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ ഇത് ഇമിനന്റ് ട്രിനിറ്റി അല്ലെങ്കിൽ ഓണ്ടോളജിക്കൽ ട്രിനിറ്റി എന്നും കൂടെ പറയുന്നു. ഓണ്ടോളജിക്കൽ ട്രിനിറ്റി എന്നും പറയുന്നുണ്ട്. അപ്പൊ ലളിതമായിട്ട് പറഞ്ഞാൽ സ്വഭാവ തൃത്വം സമം ദൈവം തന്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്നതാണ്. ദൈവം തന്റെ ഉള്ളിൽ, തന്നിൽ തന്നെ ദൈവം എങ്ങനെയുള്ളവനാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഓണ്ടോളജിക്കൽ ട്രിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആയല്ലോ? ഇമിനന്റ് ട്രിനിറ്റി, സ്വഭാവതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യരുമായി ദൈവം എന്ത് ചെയ്യുന്നത് എന്നല്ല,
മനുഷ്യരുമായ ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ളത് എക്കണോമിക് ട്രിനിറ്റിയാണ്. അപ്പൊ ഈ രണ്ട് പദങ്ങൾ അതിന്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ദൈവത്തിന്റെ അന്തർ സ്വഭാവത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ശാശ്വതമായ ബന്ധമാണ് ഇത് കാണിക്കുന്നത്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവ 3 വ്യക്തികളാണ്, പക്ഷേ ഒരു ദൈവം മാത്രം. ഏക ദൈവത്തിലെ 3 ആളത്വങ്ങൾ. ഇവർ തമ്മിലുള്ള ബന്ധം ഇറ്റേണലായിട്ടുള്ള ഒന്നായിരുന്നു, ശാശ്വതമായിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരിക്കും, മാറ്റമില്ലാത്തതാണ്, സൃഷ്ടിയോട് ബന്ധപ്പെട്ടതുമല്ല. എന്തെങ്കിലും സൃഷ്ടിക്കണമെങ്കിൽ ദൈവത്തിന് ആരെങ്കിലും ആവശ്യമില്ല. സൃഷ്ടിയില്ലാതെ തന്നെ ദൈവത്തിന് അസ്തിത്വമുണ്ട് എന്നാണ് അർത്ഥം. ഉദാഹരണം, ദൈവം ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ സ്നേഹബന്ധത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളുടെ ചോദ്യത്തിന്റെ മറുപടിയും കൂടെ ഒളിഞ്ഞു കിടക്കുകയാണ്. എന്താണിത്? ദൈവത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നതെല്ലാം ഈ സൃഷ്ടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് ആരാണ് ദൈവത്തെ സൃഷ്ടിച്ചതെന്ന്. എന്നാൽ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടിയ ദൈവ സ്വഭാവ തൃത്വത്തെ പഠിക്കുമ്പോൾ ദൈവം ഈ സൃഷ്ടികൾക്കും അപ്രമേയനാണ്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങൾ പദാർത്ഥമായിട്ടും ടൈമുമായിട്ടും സ്പേസുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ആത്മമണ്ഡലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത്. അതാണ് സ്വഭാവതൃത്വത്തെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇതിന്റെ പ്രാധാന്യം, ദൈവം ജീവിതത്തിൽ സജീവമായിട്ട് ഇടപെടുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നവനാണ്. രക്ഷ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. തൃത്വം ഒരു സിദ്ധാന്തം മാത്രമല്ല, അത് ജീവിതവുമായി ബന്ധപ്പെട്ട സത്യമാണ്. തൃത്വവിശ്വാസത്തെക്കുറിച്ച് അതെന്റെ മുസ്ലിം സഹോദരങ്ങൾക്കും മറ്റു പല വിഭാഗീയരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ തൃത്വത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. അത് ന്യായമായ ചോദ്യമാണ്, അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ ആ തൃത്വം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സത്യമാണ്, പരമമായ സത്യമാണെന്നുള്ളത് അറിയുമ്പോഴാണ് തൃത്വത്തിന്റെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അടുത്തായിട്ട്, ദൈവത്തിന്റെ ആലോചനയുടെ ലക്ഷ്യം, ദൈവത്തിന്റെ ശാശ്വത ആലോചനയ്ക്ക് പ്രധാനമായ ലക്ഷ്യം ദൈവത്തിന്റെ മഹത്വമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ തന്റെ മഹത്വത്തിന്റെ സ്തുതിക്കായി എന്ന വാചകം ആവർത്തിച്ചു വരുന്ന നമുക്ക് കാണാം. രക്ഷയുടെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വ പ്രകടനമാണെന്ന് വ്യക്തമാക്കുകയാണത്. അതേസമയം മനുഷ്യന്റെ വീണ്ടെടുപ്പും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ദൈവം മനുഷ്യനെ ശിക്ഷിക്കാനല്ല, വീണ്ടെടുക്കാനായിട്ടാണ് തന്റെ പദ്ധതി ഒരുക്കിയത്. ഈ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിരുന്ന ഒന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനൊരു വില കൊടുത്ത് തിരികെ വാങ്ങിക്കുന്നതിനെയാണ് വീണ്ടെടുക്കുക എന്ന് നമ്മൾ പറയുന്നത്. റിഡീം ചെയ്യുക, വീണ്ടെടുക്കുക. അപ്പൊ ഇത് ദൈവത്തിന്റെ സ്നേഹവും നീതിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഒരു മനോഹരമായ ഉദാഹരണമാണ്. മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ്. കൂടാതെ ഈ പദ്ധതി വ്യക്തിപരമായ രക്ഷയിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് സൃഷ്ടിയുടെ പുനഃസ്ഥാപനത്തെക്കാണ് ലക്ഷ്യമിടുന്നത്. മനുഷ്യന്റെ രക്ഷയിൽ മാത്രം അത് ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും യേശുക്രിസ്തു രക്ഷകനാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അവസാനിപ്പിക്കാറുണ്ട്. അതല്ല, അവിടെ കൊണ്ട് ദൈവത്തിന്റെ പദ്ധതി തീരുന്നില്ല. അത് സൃഷ്ടിയുടെ പുനഃസ്ഥാപനത്തിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ വീണ്ടെടുപ്പ് നടന്നിരിക്കുന്നത്. റോമലേഖനം 8-ാം അധ്യായത്തിൽ സൃഷ്ടി തന്നെ വിമോചനത്തിനായിട്ട് കാത്തിരിക്കുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ പദ്ധതിയുടെ കോസ്മിക് അല്ലെങ്കിൽ സാർവത്രികമായ വ്യാപ്തി വളരെ വ്യക്തമായിട്ടാണ് ഈ 8-ാം അധ്യായം റോമാലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തായിട്ട് ഫിലോസഫിക്കലായിട്ടുള്ള ചില വെല്ലുവിളികൾ. ദൈവത്തിന്റെ ശാശ്വത ആലോചനയെ സംബന്ധിച്ച് നിരവധി ഫിലോസഫിക്കൽ ചോദ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ദോഷത്തെ സംബന്ധിച്ചുള്ളതാണ്, അല്ലെങ്കിൽ പ്രോബ്ലം ഓഫ് ഈവിൾ, പാപം സംബന്ധിച്ചുള്ളതാണ്, തിന്മയെ സംബന്ധിച്ചുള്ളതാണ്. ദൈവം സർവശക്തനും നന്മയുള്ളവനുമാണെങ്കിൽ ലോകത്തിൽ എങ്ങനെയാണ് തിന്മയുണ്ടാകുന്നത്? ഇത് പ്രസക്തമായൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന, ദൈവനിരാശം പറയുന്ന ആളുകൾ പറയുന്ന ഒരു ചോദ്യമാണ്, അവരുന്നയിക്കുന്ന ഒരു ചോദ്യമാണ്.
ദൈവം നിങ്ങൾ പറയുന്ന പോലെ സർവശക്തനും നന്മ മാത്രമുള്ളവനുമാണെങ്കിൽ എങ്ങനെയാണ് ഈ ലോകത്തിൽ ദോഷം ഉണ്ടായിരിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ മറുപടി നമുക്ക് നോക്കാം. ഈ പ്രശ്നത്തിന് ഒരു പരമ്പരാഗത ഉത്തരമാണ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ നൽകുന്നത്. അദ്ദേഹം പറയുന്നത് ദോഷം ഒരു സൃഷ്ടിക്കപ്പെട്ട വസ്തുവല്ല, അത് നന്മയുടെ അഭാവമാണ്. പ്രിവേഷൻ ഓഫ് ഗുഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിവേഷൻ ഓഫ് ഗുഡ് എന്ന് പറഞ്ഞാൽ നന്മയുടെ അഭാവമാണ് തിന്മ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാന പ്രശ്നം സ്വാതന്ത്ര്യത്തിന്റെ സ്വഭാവമാണിത്. മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചനയുടെ ഭാഗമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. കമ്പാറ്റിബിലിസം എന്ന ആശയം ഈ പ്രശ്നത്തിന് ഒരു ഉത്തരമായിട്ട് വികസിക്കുന്നു. അത് ദൈവത്തിന്റെ സർവാധിപത്യവും മനുഷ്യ സ്വാതന്ത്ര്യവും ഒരുമിച്ച് നിലനിൽക്കാമെന്നുള്ള വലിയൊരു ചിന്തയാണ്. മനുഷ്യൻ എന്തുകൊണ്ട് തിന്മ തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മനുഷ്യ സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നതാണ്. അപ്പൊ മനുഷ്യൻ സ്വതന്ത്രനാണെന്നുള്ളതിന്റെ തെളിവാണ്, മനുഷ്യന് ഫ്രീ വില്ലുണ്ട് എന്നുള്ളതും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അവൻ തിന്മ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത്. അടുത്തതായിട്ട് വിമർശനാത്മകമായ വിശകലനം. കാൽവിനിസ്റ്റിന്റെ സമീപനം അനുസരിച്ച് ദൈവത്തിന്റെ സർവാധിപത്യത്തെ ശക്തമായി സംരക്ഷിക്കുകയാണ്, എന്നാൽ ചിലപ്പോൾ മനുഷ്യ സ്വാതന്ത്ര്യത്തെ കുറയ്ക്കുകയും ചെയ്യുന്ന വിമർശനം ഇതിനകത്തുണ്ട്. അർമേനിയൻ സമീപനത്തിൽ മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ നിയന്ത്രണത്തെ ദുർബലമാക്കുന്നു എന്ന ആശങ്കയുമുണ്ട്. ഇവിടെ മോളിനിസത്തില് ഈ രണ്ടിനുമിടയിൽ ഒരു തുല്യതാവസ്ഥ സൃഷ്ടിക്കാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. പക്ഷെ അതിന്റെ ഫിലോസഫിക്കലായിട്ടുള്ള സങ്കീർണതയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ ഈ വിഷയത്തിൽ ഒരു പൂർണ്ണമായ ഏകീകരണം സാധ്യമല്ലെങ്കിലും വിശുദ്ധ ബൈബിൾ ദൈവത്തിന്റെ സർവാധിപത്യവും മനുഷ്യന്റെ ഉത്തരവാദിത്വവും ഒരുമിച്ച് ഉറപ്പിക്കുന്നു എന്നത് വളരെ കൃത്യതയാർന്ന കാര്യമാണ്. ഇതിന്റെ ഈ ലെസന്റെ സമാപനമായിട്ട് പറയട്ടെ, ദൈവത്തിന്റെ ശാശ്വത ആലോചന മനുഷ്യ ചരിത്രത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. ഇത് ഒരു ദാർശനിക ആശയം മാത്രമല്ല, എന്ന് പറഞ്ഞാൽ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു കൺസെപ്റ്റ് മാത്രമല്ല, അത് ക്രിസ്തുവിൽ വെളിപ്പെട്ട ഒരു ജീവൻ കൊണ്ട സത്യമാണ്. ജീവൻ നിർണയിക്കപ്പെടുന്ന ഒരു സത്യാവസ്ഥയാണ് ഈ പറയുന്ന വസ്തുത. രക്ഷ ഒരു അപകടമോ മനുഷ്യ ശ്രമത്തിന്റെ ഫലമോ അല്ല, അത് ദൈവത്തിന്റെ നിത്യപദ്ധതിയുടെ ഭാഗമാണ്. ദൈവം രക്ഷ ഒരുക്കി എന്ന് പറയുമ്പോൾ, ക്രിസ്തു രക്ഷയ്ക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് അപകടം സംഭവിച്ചതാണോ അല്ലെങ്കിൽ മനുഷ്യ ശ്രമത്തിന്റെ ഫലമായിട്ടാണോ ഈ രക്ഷ ലഭിക്കുക എന്നുള്ള ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അല്ല, അത് ദൈവത്തിന്റെ നിത്യപദ്ധതിയുടെ ഭാഗമാണ്. അപ്പൊ ഈ ഒരു തിയറി നമ്മെ ദൈവത്തിന്റെ മഹത്വത്തെയും വിശ്വാസ്യതയും മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. അതോടൊപ്പം മനുഷ്യന്റെ ജീവിതം ഒരു അർത്ഥവത്തായ ദൈവിക സംഭവത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുവാനും ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷ ദൈവം നമുക്ക് ദാനമായി തരുന്നു. നാം വിശ്വാസത്താൽ അത് സ്വീകരിക്കുമ്പോൾ ദൈവിക പദ്ധതിയുടെ ഭാഗമായി നമ്മളും ഉൾപ്പെടുകയാണ്. അതിനെ നാം തിരസ്കരിച്ചാൽ ദൈവിക പദ്ധതിയോട് നാം മറുതലിക്കുന്നവരും അതിൻ്റെ ഫലമായിട്ട് നിത്യമായ അന്ധത, നിത്യമായ നാശം, നിത്യമായ നരകം, അത് യാതനാസ്ഥലം, അത് ദൈവം ഒരുക്കിയിരിക്കുന്ന ഇടത്തേക്കുള്ള പ്രയാണവുമായി തീരും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ഏത് തിരഞ്ഞെടുക്കുമെന്ന്. രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നാം വരുന്നിടം വരെയും നന്ദി, നമസ്കാരം.